ഒരു നട്ടുച്ച നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂബക്കർ, താങ്കൾ നേരത്ത് ഇവിടെ വരാൻ കാരണം എന്താണ്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, കഠിനമായ വിശപ്പ്, അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വന്നതും അതേ കാരണം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വന്നു. ഈ സമയത്ത് നിങ്ങൾ ഇരുവരും ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വയറെരിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ് എണീറ്റ് വന്നാന്ന് പറഞ്ഞു. എൻ്റെ ശരീരത്തിൻ്റെ ഉടമയായ അള്ളാഹു സത്യം, ഞാനും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങിയത് എന്ന് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. അങ്ങനെ അവർ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആഹാരം കരുതി വെക്കുന്ന സമ്പ്രദായം അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്ന് വാതിൽക്കൽ നിൽക്കുന്ന പ്രവാചകനെയും കൂട്ടുകാരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹ സ്വാഗതം ചെയ്തു. അബൂ അയ്യൂബ് എവിടെ? അപ്പോൾ അടുത്ത് ഈന്തപ്പനത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സംസാരം കേട്ട് ഓടി വന്ന് അവരെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങ് ഈ നേരത്ത് വരാറ് പതിവില്ലല്ലോ. അപ്പോൾ റസൂല് പറഞ്ഞു, ശരിയാണ്. പിന്നീട് അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പോയി പഴുത്തതും ഉണങ്ങിയതും ഇളം പഴുപ്പായതുമായ ഈത്തപ്പഴത്തിൻ്റെ ഒരു കുല വെട്ടിക്കൊണ്ടുവന്നു. താങ്കൾ ഇത് വെട്ടേണ്ടിയിരുന്നില്ല, കാരക്ക പറിച്ചാൽ മതിയായിരുന്നല്ലോ, പ്രവാചകൻ പറഞ്ഞു. അബൂ അയ്യൂബ് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങ് പഴുത്തതും ഉണങ്ങിയതും ഇളം പഴുപ്പായതും തിന്നോട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങേക്കായി ഒരു ആടിനെ ഞാൻ അറുക്കുന്നുണ്ടെങ്കിൽ കറവുള്ളതിനെ അറക്കരുത്, പ്രവാചകൻ പ്രത്യേകം നിർദ്ദേശിച്ചു. അങ്ങനെ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ആട്ടിൻകുട്ടിയെ അറുത്തു. ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കും. അദ്ദേഹം ആടിൻ്റെ പകുതി കറി വെച്ചു, പകുതി തീയിൽ വേവിക്കുകയും ചെയ്തു. ആഹാരം തയ്യാറായപ്പോൾ പ്രവാചകന്റെയും കൂട്ടുകാരുടെയും മുമ്പിൽ കൊണ്ടുവച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഷ്ണം ഇറച്ചി ഒരു ചപ്പാത്തിയിൽ ചുരുട്ടി അബൂ അയ്യൂബിനെ നീട്ടിയിട്ട് പറഞ്ഞു, ഈ കഷ്ണം വേഗം മകൾ ഫാത്തിമക്ക് എത്തിക്കൂ. ഏറെ നാളായി അവൾക്ക് ഇതുപോലൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല. എല്ലാവരും തിന്ന് വിശപ്പടക്കിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ചപ്പാത്തി, ഇറച്ചി, കാരക്ക, ഈത്തപ്പഴം, ഇളം പഴുപ്പായ ഈത്തപ്പഴം. കണ്ണിൽ വെള്ളം നിറച്ച് അദ്ദേഹം തുടർന്നു, അന്ത്യനാളിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്ന അനുഗ്രഹമാണിത്. ഇത്തരം അനുഗ്രഹം നിങ്ങൾക്ക് കൈവരുമ്പോൾ തിന്നാൻ തുടങ്ങുന്ന നേരത്ത് ബിസ്മില്ല എന്നും വിശപ്പടക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും വയറു നിറക്കുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി എന്നും പറയണം.